ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ HSAയിലെ മൊഡ്യൂൾ 3 മെത്തഡോളജിയിൽ വരുന്ന സിലബസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. പിയാഷെയും ബ്രൂണറും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗാഗ്നയുടെ ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ തിയറിയും അതിൻ്റെ കൂടെ നമ്മുടെ മെത്തഡോളജി റിലേറ്റ് ചെയ്ത് വരുന്ന എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം ഗാഗ്നെസ് ഹയറാർക്കി തിയറി ഓഫ് ലേണിംഗ്. അപ്പോൾ ഗാഗ്നെ വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ലേണിംഗ് കണ്ടീഷൻസ് ആർ പ്രീ റിക്വസൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈ ലേണിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ലേണിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്രീ റിക്വസൈറ്റ് ആണ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ലേണിംഗ്. ലേണിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈ ലേണിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രീവിയസ് നോളേജിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇദ്ദേഹം കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന ബുക്കിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേണിംഗ് കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഹി കൺസിഡർ ദാറ്റ് ദർ ഈസ് എ ന്യൂമറസ് റേഞ്ച് ഓഫ് ലേണിംഗ് കണ്ടീഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒത്തിരി ലേണിംഗ് കണ്ടീഷൻസും ബിഹേവിയേഴ്സ് എല്ലാം ഉണ്ട്. ദ ആക്ട് ഓഫ് ടീച്ചിങ് ഈസ് കണ്ടിന്യൂസ് ഫ്രം മെമ്മറി ടു റിഫ്ലെക്സീവ് ലെവൽ. അപ്പോൾ ഒരു ദ ആക്ട് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണ്. ഫ്രം മെമ്മറി ടു റിഫ്ലെക്സീവ് ലെവലിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഹി കൺസിഡേഴ്സ് ടീച്ചിങ് ആസ് അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടീഷൻസ് ഫോർ ലേണിംഗ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഫോർ ലേണിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഈ ലേണിംഗ് കണ്ടീഷൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആണ്. അത് ഓരോരോ സ്റ്റേജ് ഓഫ് ലേണിങ്ങിലും എങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ലേണിംഗ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടോ. ഹി ഐഡൻറ്റിഫൈഡ് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ്. അങ്ങനെയാണ് ഇദ്ദേഹം 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് ആണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് ഇൻ വിച്ച് ഹ്യൂമൻ ലേണിംഗ് ടേക്സ്. അപ്പോൾ നമ്മുടെ ലേണിംഗ് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ ബന്ധപ്പെട്ട് 8 ടൈപ്സ് ഓഫ് ലേണിംഗ് കണ്ടീഷൻസ് ആണ് ഇദ്ദേഹം പറയുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദീസ് ലേണിംഗ് ഈസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ തന്നെയാണ്. സോ ഇതിൽ വരുന്നത് 8 ടൈപ്സ് ലേണിംഗ്. സോ അതിൻ്റെ ബേസിക് അതിൻ്റെ സിമ്പിൾ ഫോം എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. ദ സിഗ്നൽ ലേണിംഗ് ഈസ് സിമ്പിൾ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു 8 ടൈപ്സ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചൈനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലംസ്. ഈ 8 എണ്ണമാണ് ഇദ്ദേഹം പറയുന്ന 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് സിഗ്നൽ ലേണിങ്ങും അതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, പ്രോബ്ലം സോൾവിങ്ങും ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ the signal learning is the simple and problem solving is the complex one. His theory of learning is known as hierarchy theory of learning. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് hierarchy theory of learning എന്ന് പറയുന്നത്. He identified 8 types of learning conditions. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 8 types of learning conditions, 8 types of learning എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചൈനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു 4 ഈ സിഗ്നൽ ലേണിങ്ങും സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചൈനിങ്, വെർബൽ അസോസിയേഷൻ എല്ലാം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ബിഹേവിയറൽ ആസ്പെക്റ്റിലായിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം ഈ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിങ്ങും റൂൾ ലേണിങ്ങും പ്രോബ്ലം സോൾവിംഗ് എല്ലാം എന്താണ് കുറച്ചും കൂടി ഹയസ്റ്റ് ലെവൽ ഓഫ് വരുന്നത് കൊണ്ട് തന്നെ, ലെവൽ ഓഫ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിലാണ് ഇദ്ദേഹം കണക്കാക്കുന്നത് കേട്ടോ. സോ നോക്കൂ, പ്രോബ്ലം സോൾവിങ്ങും റൂൾ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ് ആൻഡ് ദ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആർ കൺസേൺഡ് വിത്ത് മോർ ഓഫ് കൊഗ്നിറ്റീവ് ആസ്പെക്ട്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ എന്താണ് കൊഗ്നിറ്റീവ് ആസ്പെക്റ്റിലും ദെൻ ബേസിക്കായിട്ട് വരുന്ന സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചൈനിങ്ങും വെർബൽ അസോസിയേഷൻ എല്ലാം തന്നെ കണക്കാക്കുന്നത് എന്താണ്, ബിഹേവിയറൽ ആസ്പെക്റ്റിലാണ് കണക്കാക്കുന്നത്. സോ ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യം ഒന്നും കൂടി സിംപ്ലസ്റ്റ് ഫോമിൽ പറയാം. നമ്മുടെ ഗാഗ്നെ, അമേരിക്കൻ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റായ ഗാഗ്നെ ഹാസ് പ്രപ്പോസ്ഡ് എ ഹയറാർക്കി ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ലേണിംഗ് ടാസ്കസ് ആർ അറേഞ്ച്ഡ് ഓൺ എ ഹയറാർക്കി ബേസ്ഡ് ഓൺ ദെയർ കോംപ്ലക്സിറ്റി ലെവൽ. അപ്പോൾ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ടു എന്ന കോംപ്ലക്സ് എന്ന രീതിയിലുള്ള ഒരു ഹയറാർക്കിക്കൽ ഓർഗനൈസേഷനാണ് വരുന്നത്. Then this learning hierarchy is divided into 8 intellectual levels and implies the idea that അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു 8 intellectual levels അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു 8 levels of learningൽ പറയുന്ന മെയിൻ ഐഡിയ എന്ന് പറയുന്നത് an individual has to first master a lower intellectual level in order to acquire higher intellectual level skills. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആദ്യം എന്തെങ്കിലും ലോവർ ആയിട്ടുള്ള, അല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ 8 എണ്ണം പറഞ്ഞതിൽ ആദ്യം ലോവർ ആയിട്ടുള്ള ഈ ഒരു ലെവൽസ് എല്ലാം അക്വയർ ചെയ്തിട്ട് വേണം മേലോട്ട് പോവാൻ. ദാറ്റ് മീൻസ് എന്താണ്
നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് മാസ്റ്റർ എ ലോവർ ഇൻ്റലക്ച്വൽ ലെവൽ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഈ പറഞ്ഞ ആദ്യത്തെ ഈ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളും എക്വയർ ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇൻ ഓർഡർ ടു അക്വയർ ഹയർ ഇൻ്റലക്ച്വൽ ലെവൽ സ്കിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോബ്ലം സോൾവിങ്, റൂൾ ലേണിംഗ് ഹയർ ആയിട്ട് വരുന്ന സ്കിൽസാണ്. സോ അതെല്ലാം നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് വരുന്ന ഈ താഴ്ത്തട്ടിൽ വരുന്ന ലോവർ ഇൻ്റലക്ച്വൽ ലെവൽസ് എല്ലാം മാസ്റ്റർ ചെയ്ത് ആ ഒരു കഴിവുകളൊക്കെ നേടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ പ്രോബ്ലം സോൾവിങ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗാഗ്നയുടെ ലേണിംഗ് ഹയറാർക്കിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണ്, പ്രോബ്ലം സോൾവിങ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് PYQ ആണ് കേട്ടോ. ഇറ്റ് എംഫസൈസസ് ടു ഇൻവോൾവ് ലേണേഴ്സ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ബൈ യൂസിങ് ഹയർ ഓർഡർ ഇൻ്റലക്ച്വൽ സ്കിൽസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ലേണേഴ്സിന് എന്തിന് നമ്മുടെ ഹയർ ഓർഡർ തിങ്കിങ് ഇൻ്റലക്ച്വൽ സ്കിൽസ് എല്ലാം ലേൺ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 8 ലെവൽസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സിഗ്നൽ ലേണിംഗ് ആണ്, അത് ബേസിക്കായിട്ട് വരുന്നതാണ്. ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനുമായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഒരു കുട്ടി ആദ്യം പഠനം എന്ന് പറ്റി ബേസ്ഡ് അപ്പോൺ ദെയർ അടയാളങ്ങൾ അല്ലെങ്കിൽ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരോ കാര്യങ്ങളും പഠിക്കുക അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു എന്താണ് ചെറിയ കൊച്ചാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ എന്ത് ചെയ്യും, ചിരിക്കും. അല്ലെങ്കിൽ തന്നെ സിബ്ലിങ്സ് തനിക്ക് പരിചയമുള്ള മുഖം കാണുമ്പോൾ ചിരിക്കുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, ആ കുട്ടി കറക്റ്റായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ അറിയുന്ന ഒരു ആൾ അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിമുലസ് തിരിച്ചറിഞ്ഞ് ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണം നടക്കുന്നു. ദാറ്റ് മീൻസ് അതൊരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ് വരുന്നത്. അതാണ് ഈ സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാവ്ലോസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ആദ്യം തൻ്റെ പഠനം എന്ന് പറ്റി ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ സിഗ്നൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് തിരിച്ചറിഞ്ഞ് ഇമോഷണലി അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. സോ അതാണ് ഈ ഒരു സിഗ്നൽ ലേണിംഗിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ അടുത്തൊരു ലെവലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, ഇത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് പറയാം ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരുടെയാണ്, സ്കിന്നറുടെ ആണല്ലോ. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് എ റെസ്പോൺസ്. ഇവിടെ ഒരു സ്റ്റിമുലസിൻ്റെയും റെസ്പോൺസിൻ്റെയും കണക്ഷൻ ഇൻവോൾവ് ചെയ്ത് വരുന്ന ഒരു ലേണിംഗ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ദ ലേണർ is learning to make precise movement of muscles in response to specific stimulus. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ അമ്മയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്ന ഫേസ് അല്ലെങ്കിൽ തന്നെ സിബ്ലിങ്സിനെ കാണുമ്പോൾ ചിരിക്കുന്നു. സോ ജനറലായിട്ട് ഒരു ചിരി എന്ന് പറയുന്നതാണ്. പക്ഷേ അതേസമയം ഇവിടെ ഈ ഒരു ലെവലാകുമ്പോഴേക്കും കുട്ടി സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പ്രിസൈസ് ആയിട്ട് ഉള്ള ഒരു റെസ്പോൺസ് കാഴ്ചവെക്കുന്നു. അതായത് ദ ചൈൽഡ് സേസ് പപ്പ അറ്റ് ദ സൈറ്റ് ഓഫ് ഹിസ് ഫാദർ. അപ്പോൾ അച്ഛനെ കാണുമ്പോൾ പപ്പ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുക അല്ല. അപ്പോൾ അച്ഛനെ കാണുമ്പോൾ മാത്രമേ വിളിക്കത്തുള്ളൂ അല്ല. അപ്പോൾ ഒരു സ്റ്റിമുലസ് അല്ല, അവിടെ ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലേണറിന് എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഡെവലപ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് അല്ല, ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, അവിടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി ആരും നമ്മുടെ സ്കിന്നറിയാണ്. അപ്പോൾ സ്കിന്നർ ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയിൽ പറയുന്ന കാര്യമാണ് ഈ റിവാർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ലേണിംഗ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് നാളെ ഹോംവർക്ക് ചെയ്തിട്ട് വന്നാൽ നിനക്ക് ഒരു പെൻ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് പെൻ അല്ലെങ്കിൽ ചോക്ലേറ്റ് തരാമെന്ന് പറയുമ്പോൾ കുട്ടി ഉറപ്പായും എന്ത് ചെയ്യുന്നു, ഹോംവർക്ക് ചെയ്തിട്ട് വരും. എന്ത് കിട്ടാൻ വേണ്ടി ആ റിവാർഡ് വാങ്ങിക്കാം. സോ അവിടെ റിവാർഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ കുട്ടി ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള ആ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഹോംവർക്ക് കറക്റ്റായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. സോ അങ്ങനെയും നമുക്കിത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വന്നാൽ നിനക്കൊരു പെന്ന് തരാം എന്ന് പറയുമ്പോൾ അവിടെ റിവാർഡിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഓപ്പറൻറ്റ് കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെയും എന്ത് ലേണിംഗുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ റിവാർഡിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു ലേണർ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു ടാസ്ക് ലേൺ ചെയ്യുന്നു എപ്പോഴാണ്, ഒരു റിവാർഡ് കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ലേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പഠിക്കുന്നു, കറക്റ്റായിട്ട് പറയുന്നു. സോ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിമുലസും ആ ഒരു റെസ്പോൺസും നമ്മളൊരു കണക്ഷനാണ്, സിംപ്ലസ്റ്റ് വേ ഓഫ് കണക്ഷനാണ് ഇവിടെ വരുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നോക്കൂ, ചെയിൻ ലേണിംഗ്. ഇത് അടുത്തൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് എ മോർ അഡ്വാൻസ്ഡ് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ സബ്ജക്റ്റ്
develops the ability to connect two or more previously learned stimulus response boards in a linked sequence. അപ്പോൾ നമ്മൾ ചെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ കാര്യം കണക്ട് ചെയ്ത് വരും നമ്മൾ ചെയിനിങ് എന്ന് പറയാം. അപ്പോൾ ഈ ചെയിൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കുട്ടി ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റേജാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ്, അപ്പോൾ നമുക്ക് കുട്ടി ആപ്പിൾ എന്ന് എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ആപ്പിൾ എന്ന് എഴുതുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, മുമ്പ് ഈ ആൽഫബറ്റ്സ് ABCD എല്ലാം പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ആപ്പിൾ എന്നായിട്ട് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ ആ ഒരു മുമ്പുള്ള കുറച്ച് ചെയിനിങ് എന്ന് പറയുമ്പോൾ മുമ്പ് കുറച്ച് നമ്മൾ പഠിച്ച കാര്യം ആൽഫബറ്റ്സ് പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് മുമ്പുള്ള കുട്ടിയുടെ ഒരു നോളേജാണ്. സോ അതുവരെ കണക്ട് ചെയ്ത് കുറച്ചും കൂടി അടുത്ത ലെവലിലുള്ള ഒരു ലേണിംഗ് നടക്കുന്നതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതാണ് ഈ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടി സൈക്കിൾ ഓട്ടിക്കാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇറ്റ്സ് എ പ്രോസസ് വെയർ ബൈ മോസ്റ്റ് കോംപ്ലക്സ് സൈക്കോമോട്ടോർ സ്കിൽസ്. അപ്പോൾ കുറച്ച് സൈക്കോമോട്ടോർ സ്കിൽസ് ലേൺ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ കുട്ടി ഇപ്പോൾ സൈക്കിൾ ഓട്ടിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടി ആദ്യം സൈക്കിൾ കയറിയിരിക്കുന്നു, കറക്റ്റിന് പിടിപിടിക്കാൻ പഠിക്കും. അതിന് ശേഷം മാത്രമേ അല്ലേ 1 by 1 പഠിച്ച ശേഷം മാത്രമേ അടുത്ത സൈക്കിൾ ഇങ്ങനെ ചവിട്ടാൻ പഠിക്കത്തുള്ളൂ അല്ലേ. സോ അവിടെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ചെയിൻ ലേണിങ്ങിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് ഇവിടെ ലാംഗ്വേജിന് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റേജാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെർബൽ അസോസിയേഷൻ നമുക്ക് ദിസ് ഇസ് എ സബ് വെറൈറ്റി ഓഫ് ചെയിനിങ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഇൻ ചെയിനിങ് കൺസിസ്റ്റ് ഓഫ് വേർഡ്സ്. എ ചൈൽഡ് ലേൺസ് ദി മലയാളം ഇക്വാലൻറ്റ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ മലയാളത്തിന് അതുപോലുള്ള ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കുന്നു. അല്ലെങ്കിൽ കുട്ടി നമ്മൾ പറഞ്ഞപ്പോൾ ആപ്പിൾ എന്ന് പഠിച്ച കുട്ടി പിന്നീട് അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും ആപ്പിൾ റെഡ് കളർ ആണെന്ന് പറയണം. അപ്പോൾ ആപ്പിൾ ഈസ് റെഡ് കളർ എന്ന് പറയുവാണെങ്കിൽ കുട്ടിക്ക് എന്താണ് അവിടെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെ കുറച്ചും കൂടി ആ ഒരു സെൻറ്റൻസ് രൂപത്തിൽ വെർബലി കുട്ടി സെൻറ്റൻസ് രൂപത്തിൽ കണക്ട് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലേൺ ചെയ്യാൻ പഠിക്കുന്നു അല്ല. സോ അടുത്തൊരു ലെവൽ ലേണിംഗ് ആണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത നോക്കൂ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനും എന്ന് പറയാറുണ്ട് കേട്ടോ. ഹിയർ ദ ലേണർ acquires the ability to distinguish two set of stimulus or situations so as to make the responses appropriate to each member of the set. അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വാക്കിൽ തന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിക്കുന്ന സ്റ്റേജാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക അതാണ് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈൽഡ് ലേൺ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹിസ് മദർ ആൻഡ് ഹിസ് ഓണ്ട്. അപ്പോൾ കുട്ടി കറക്റ്റ് അമ്മയും തൻ്റെ ആൻറ്റിയും കറക്റ്റ് തിരിച്ചറിയാൻ പറ്റുന്നു. കറക്റ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ഏതാണാവോ അപ്രോപ്രിയേറ്റ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ കുട്ടിക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ലേൺ ചെയ്യുന്ന സ്റ്റേജാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. ഇനി അടുത്തത് കൺസെപ്റ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇതിന് അങ്ങോട്ട് എന്തൊക്കെയാണ് കുറച്ച് ഹയർ ലെവലാണ് അല്ലേ കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഒന്നും കൂടി ഡീപ്പായി, അതായത് ലേണർ acquires a capacity to respond to stimulus that a class of objects share in common. Here generalization within classes and the discrimination between classes are learned by identifying abstract characteristics like color, shape, position, etc. അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടി കുറച്ചും കൂടി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് കുട്ടിക്ക് കുറച്ചും കൂടി കമ്പയർ ചെയ്യാൻ, അതായത് കുട്ടിക്ക് ക്ലാസിഫൈ ചെയ്യാനും ജനറലൈസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി അതൊക്കെ അക്വയർ ചെയ്യുന്ന സ്റ്റേജ് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന ആ ഒരു ലേണിംഗ് ആണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ജനറലൈസ് ചെയ്യാനും കുറച്ച് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാനും ജനറലൈസ് ചെയ്യാനെല്ലാം പഠിക്കുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. ദ ചൈൽഡ് ലേൺസ് ദ കൺസെപ്റ്റ് ബേർഡ്. അപ്പോൾ കുട്ടി ബേർഡ് എന്ന കൺസെപ്റ്റ് പഠിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഹി ഡിസ്റ്റിങ്വിഷസ് ബേർഡ്സ് ഫ്രം എ മാമൽ. അല്ല, മാമലിൽ നിന്നും കറക്റ്റായിട്ട് ബേർഡ്സ് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുന്നു. ദാറ്റ് മീൻസ് ഇവിടെയാണ് കുട്ടി കുറച്ചും കൂടി കോൺക്രീറ്റിൽ നിന്നും ഒരു അബ്സ്ട്രാക്റ്റ് ലേണിങ്ങിലോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുന്ന ഒരു ഒരു സ്റ്റേജാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചെറിയ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് ഇപ്പോൾ ഒരു സ്ക്വയർ പീസും അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളും കൊടുക്കുകയാണെങ്കിൽ കുട്ടി കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കുറേ കൊടുത്തു. അപ്പോൾ അതിൽ കുട്ടിക്ക് ഏതാ റെക്റ്റാങ്കിൾ ഏതാ സ്ക്വയർ എന്ന് ചോദിക്കുകയാണ്. കുട്ടി കറക്റ്റായിട്ട് ആ ഒരു കൺസെപ്റ്റ്, അതായത് കൺസെപ്റ്റ് ഇതാണ്. ഇപ്പോൾ നമുക്ക് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾ സൈഡ്സ് ഈക്വൽ ആണ് സ്ക്വയർ. അതുപോലെ തന്നെ വേറെ ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാലും അത് റെക്റ്റാങ്കിൾ. സോ ആ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി ക്ലാസിഫൈ ചെയ്യാനും അത് ഏതൊക്കെയാണ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്
എന്താണ് റെക്റ്റാങ്കിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി അക്വയർ ചെയ്യുന്ന സ്റ്റേജാണ് കൺസെപ്റ്റ് ലേണിംഗ് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് പ്രിൻസിപ്പൽ ലേണിംഗ്. ഇത് അടുത്തൊരു ലെവലാണ്, അല്ലെങ്കിൽ അടുത്തൊരു ലെവൽ ലേണിംഗ് ആണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അക്വയറിംഗ് ഓഫ് ദ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്. അപ്പോൾ നമുക്കറിയാം കുറേ ആശയങ്ങൾ തമ്മിൽ എന്താണ് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് കുറേ തത്വങ്ങളെല്ലാം വരുന്നത്. സോ ഇത് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് നമ്മൾ പറഞ്ഞു കൺസെപ്റ്റ് ലേണിംഗ്. ഇതുപോലെ കുറേ കൺസെപ്റ്റുകൾ ചേർന്ന് പ്രിൻസിപ്പിൾസ് ഉണ്ടാകും. സോ ആ പ്രിൻസിപ്പിൾസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി ലേൺ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ലേൺസ് ദ പ്രിൻസിപ്പൽ മെറ്റൽസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ മെറ്റൽസ് എന്താണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഡ് എന്ന പ്രിൻസിപ്പൾ കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, മെറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുട്ടി നന്നായിരുന്നു മനസ്സിലായാൽ മാത്രമേ അത് എങ്ങനെ എന്താണ് മെറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ഈ എല്ലാം തന്നെ മനസ്സിലായാൽ മാത്രമേ എന്താ ഒരു പ്രിൻസിപ്പൾ ആ കുട്ടിക്ക് ലേൺ ചെയ്യാൻ പറ്റും. മെറ്റൽസ് എക്സ്പാൻഡ് ആൻഡ് ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രിൻസിപ്പൾ ലേൺ ചെയ്യാൻ പറ്റും. സോ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ലേണിംഗ് ആണ് പ്രിൻസിപ്പൽ ലേണിംഗ് വരുന്നത്. അപ്പോൾ കുറേ കൺസെപ്റ്റുകൾ കോർത്തിണക്കിക്കൊണ്ട് ഉള്ളൊരു ലേണിംഗ് ആണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹയറാർക്കി ഓഫ് ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൻ്റെ ഹയസ്റ്റ് സ്റ്റേജ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഹാവ് ഓൾറെഡി ലേൺ ഇൻ ഓർഡർ ടു അച്ചീവ് സം ഗോൾ. അപ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ പഠിച്ച പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവിംഗ് എല്ലാം ചെയ്യാൻ പ്രാപ്തരാകുന്ന ഒരു സ്റ്റേജാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എ ബോയ്സ് പ്രൂവ്സ് തിയറംസ് ഓൺ ജോമെട്രി. അപ്പോൾ ഒരു കുട്ടി ജോമെട്രിക്കൽ തിയറംസ് എല്ലാം പ്രൂവ് ചെയ്യുന്നു. സോ അപ്പോൾ കുട്ടിക്ക് തിയറംസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. തിയറം മനസ്സിലാവും, ജോമെട്രിക്കൽ തിയറംസ് എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രം അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ തൊട്ട് മുമ്പുള്ള സ്റ്റേജസ് എല്ലാം നല്ല രീതിയിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ലാസ്റ്റ് സ്റ്റേജ് ആ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹയറാർക്കി ഓഫ് ലേണിംഗ് പ്രോസസ്. ഏതാണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പൾ ദാറ്റ് ഹാവ് ഓൾറെഡി ലേൺ ചെയ്ത പ്രിൻസിപ്പൾസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി സിംപ്ലസ്റ്റ് ഫോമിൽ പറയാം. 8 ഇൻ്റലക്ച്വൽ ലെവൽസ് അല്ലെങ്കിൽ 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്നൽ ലേണിംഗ് ആണ്. ദ ലേണർ മേക്സ് എ ജനറൽ റെസ്പോൺസ് ടു എ സിഗ്നൽ. ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനുള്ള ജനറൽ ആയിട്ടുള്ള റെസ്പോൺസ് ലേൺ ചെയ്യാൻ പഠിക്കുന്നതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ദ ലേണർ മേക്സ് എ പ്രിസൈസ് റെസ്പോൺസ് ടു എ സിഗ്നൽ. അപ്പോൾ ഒരു പ്രിസൈസ് ആയിട്ട്, അപ്പോൾ അച്ഛനെ കാണുമ്പോൾ മാത്രമേ അച്ഛ എന്ന് വിളിക്കത്തുള്ളൂ. സോ പ്രിസൈസ് ആയിട്ട് റെസ്പോൺസ് ഒരു സ്റ്റിമുലസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ലേണിംഗ് ആണ് നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ചെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കണക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിന് സീക്വൻസ്. അപ്പോൾ ഒരു സീക്വൻസിൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു കണക്ട് ചെയ്ത് അല്ല സ്റ്റിമുലസും റെസ്പോൺസ് കണക്ട് ചെയ്തിട്ട് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റേജാണ് ചൈനിങ് എന്ന് പറയുന്നത്. വെർബൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ദ ലേണർ മേക്സ് അസോസിയേഷൻസ് യൂസിങ് വെർബൽ കണക്ഷൻസ് അല്ലെങ്കിൽ സെൻറ്റൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലേണർ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നതാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ലേണർ മേക്സ് ഡിഫറെൻറ്റ് റെസ്പോൺസസ് ടു ഡിഫറെൻറ്റ് സ്റ്റിമുലസ് ദാറ്റ് ആർ സംവാട്ട് ലൈക്ക് ഏകദേശം ഒരുപോലെ ആണെങ്കിൽ പോലും ദ ലേണർ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് റെസ്പോൺസസ് ടു ഡിഫറെൻറ്റ് സ്റ്റിമുലസ് ഡിഫറെൻറ്റ് റെസ്പോൺസ് മേക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയാനുള്ള കാപ്പബിലിറ്റി വരുന്നതാണ് ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങിൽ വരുന്നത്. കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ദ ലേണർ ഡെവലപ്സ് എബിലിറ്റി ടു മേക്ക് ജനറലൈസ്ഡ് റെസ്പോൺസ് ബേസ്ഡ് ക്ലാസ് ഓഫ് സ്റ്റിമുലസ്. ഒരു ക്ലാസ് ഓഫ് സ്റ്റിമുലസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലെല്ലാം കാര്യങ്ങൾ കൺസെപ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ജനറലൈസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് കൺസെപ്റ്റ് ലേണിങ്ങിൽ വരുന്നത്. റൂൾ എന്ന് പറയുമ്പോൾ എ റൂൾ ഇസ് എ ചെയിൻ ഓഫ് കൺസെപ്റ്റ്സ്. കുറേ കൺസെപ്റ്റ് അടങ്ങിയതാണ് റൂൾ എന്ന് പറയുന്നത്. സോ അത് ആ ഒരു ലേണിംഗ് ആണ് റൂൾ ലേണിംഗ്. ദെൻ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ ദ ലേണർ ഡിസ്കവേഴ്സ് ദ കോമ്പിനേഷൻ ഓഫ് പ്രീവിയസ് ലേൺഡ് റൂൾസ് ആൻഡ് അപ്ലൈസ് ദാം ടു നോവൽ സിറ്റുവേഷൻ. അപ്പോൾ ഒരു പുതിയ സിറ്റുവേഷൻ പ്രീവിയസ് ലേൺ ചെയ്ത കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുട്ടിയുടെ കാപ്പബിലിറ്റിയാണ് ഈ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതാണ് 8 കണ്ടീഷൻസ് ഓഫ് ലേണിങ്ങിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 8 കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് നമ്മൾ സാധാരണ നമ്മുടെ KTETനെല്ലാം പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ സാധാരണ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു 8 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏത്, ഏറ്റവും ലോവസ്റ്റ് വരുന്നത് ഏത്, ബിഹേവിയറൽ ആസ്പെക്റ്റിൽ വരുന്നത് ഏത്, കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നത്, ഇത്രയും ആണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് പറയുന്ന ഒരു 3 കമ്പോണൻസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ കമ്പോണൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ 8 ടൈപ്സ് ഓഫ് ലേണിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ
ഈ ഒരു ഇതിൽ വരുന്ന ബാക്കി വരുന്ന രണ്ടെണ്ണം കൂടി നമുക്കൊന്ന് പഠിക്കാം. കാരണം നമുക്കിപ്പോൾ KTETനൊക്കെ ഈ ഒരു ലെവലൊക്കെ മുമ്പൊക്കെ ചോദിച്ചിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് HSA ലെവലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ നമ്മുടെ ഈ ഗാഗ്നെയുടെ തിയറി ഓഫ് ഇൻസ്ട്രക്ഷനിൽ 3 കമ്പോണൻറ്റ് ഉണ്ട്. ഒന്ന് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് നമ്മളിപ്പോൾ പഠിച്ചതാണ് കേട്ടോ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എ ടാക്സോണമി ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടാക്സോണമി, നമ്മൾ ഇത് ബ്ലൂംസ് ടാക്സോണമി ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കറിയാം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ കോഗ്നിറ്റീവ് ഡൊമൈനിലുണ്ട്, അഫക്റ്റീവ് ഡൊമൈനിൽ, സൈക്കോമോട്ടോർ ഡൊമൈനിൽ ലേണിംഗ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കിത് പഠിച്ചു പോകാം. അപ്പോൾ ഇതിലും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഈ കോഗ്നിറ്റീവ് ഡൊമൈനിലും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടോർ ഡൊമൈനിലും എല്ലാം തന്നെ ലേണിംഗ് സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ലേണിംഗിന് ഇദ്ദേഹം കൊടുക്കുന്ന ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്: ഗാഗ്നെ ഡിഫൈൻ ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പൊസിഷൻ ഓർ കപ്പാസിറ്റി വിച്ച് ക്യാൻ ബി റീറ്റെയിൻ ആൻഡ് വിച്ച് ഈസ് നോട്ട് സിംപ്ലി ആസ്ക്രിബിൾ ടു ദി പ്രോസസ് ഓഫ് ഗ്രോത്ത്. അതായത് അദ്ദേഹം പറയുന്നത് നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഉണ്ടാകുന്ന മാറ്റമാണ് പഠനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ക്യാൻ ബി റിറ്റെയിൻ, നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താൻ സാധിക്കും. അതേസമയം ഇത് ഒരു വളർച്ചയുടെ പ്രോസസ്സ് മാത്രമായിട്ടല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആസ് എ ചേഞ്ച് ഇൻ ദി ഹ്യൂമൻ ഡിസ്പൊസിഷൻ ഓർ കപ്പാസിറ്റി, അപ്പോൾ നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഉണ്ടാകുന്ന മാറ്റമാണ് പഠനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലനിർത്താൻ, റിറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതേസമയം ഇത് എന്താണ്? വളർച്ചയുടെ ഒരു പ്രോസസ്സ് മാത്രമായിട്ടല്ല ഇതിനെ കാണേണ്ടത് എന്നാണ് ഇദ്ദേഹം ലേണിങ്ങിന് കൊടുക്കുന്ന ഡെഫിനിഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഗാഗ്നെയുടെ ലേണിംഗ് തിയറി പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷനും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ആ ഹ്യൂമൻ കപ്പാസിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു 5 കാര്യം, ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഗാഗ്നെസ് 5 വെറൈറ്റീസ് ഓഫ് ഹ്യൂമൻ കപ്പാസിറ്റിൻ്റെ കാര്യം നമ്മൾ ലേണിംഗ് സംഭവിക്കണമെങ്കിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്ന ഒരു 5 കപ്പാസിറ്റിയാണ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻ്റലക്ച്വൽ സ്കിൽസ് വേണം അല്ലേ. നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ആയിക്കോട്ടെ എന്തിനും നമുക്ക് എന്ത് വേണം? ഇൻ്റലക്ച്വൽ സ്കിൽസ് വേണം. സോ ദെൻ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി. അപ്പോൾ ഓരോരുത്തരും പഠിക്കുന്നത് ഓരോരോ സ്ട്രാറ്റജി ആയിരിക്കും അല്ലേ. അപ്പോൾ അവർ ആ ലേണിംഗ് പ്രോസസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദെയർ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി. അവർ കോഗ്നിറ്റീവ് സ്ട്രാറ്റജിനെ ഡിപ്പെൻഡ് ചെയ്തു. സോ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വെർബൽ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വെർബലായിട്ട് വരുന്ന ആ ഇൻഫർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലേണിംഗ് അല്ലേ. അപ്പോൾ നല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, പഠിക്കണം എന്നുള്ള ചിന്ത നല്ല രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? പഠിക്കുന്ന കാര്യം പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതേസമയം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുക, നമ്മൾ വിചാരിച്ച പോലെ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അത്ര സ്മൂത്ത് ആവണം എന്നില്ല. സോ ഒരു ഇൻഡിവിജ്വലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് വരുന്ന മോട്ടോ സ്കിൽസ് വിച്ച് അലോ ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് നെസസറി ടു പെർഫോം ദ ആക്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന മോട്ടോ സ്കിൽസും കൂടി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എത്രയും ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാനവേഴ്സ് നിങ്ങൾ എഴുതിയെടുക്കണേ വേണമല്ല. ഫിസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് അവിടെ നടക്കണം. അപ്പോൾ സോ മോട്ടോ സ്കിൽസും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഹ്യൂമൻ കപ്പാസിറ്റി 5 വെറൈറ്റീസ് ഓഫ് ഹ്യൂമൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് മാത്രം ഓർത്താലും മതി കേട്ടോ. ഇൻ്റലക്ച്വൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്, വെർബൽ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, മോട്ടോ സ്കിൽസ്, ഇത്രയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന് 3 കമ്പോണൻസിൽ വരുന്ന ഈ ഒരു ടാക്സോണമി ഓഫ് ലേണിംഗ് ഔട്ട്കംസ്, അതായത് ഇതിൽ വരുന്നതാണ് നമ്മുടെ കോഗ്നിറ്റീവ് പരമായി പറഞ്ഞിട്ടുള്ള ഈ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസും ഇൻ്റലക്ച്വൽ സ്കിൽസും അതുപോലെ തന്നെ വെർബൽ ഇൻഫോർമേഷൻ. ദെൻ എഫക്റ്റീവ് ഡൊമൈനിൽ വരുവാണെങ്കിൽ നമുക്കറിയാം എഫക്റ്റീവ് ഡൊമൈൻ ഈസ് കണക്റ്റഡ് ടു നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് കണക്ട് ചെയ്തതാണല്ലേ. സോ നമ്മുടെ ബ്ലൂം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് എഫക്റ്റീവ് ഡൊമൈനിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ സൈക്കോമോട്ടോ ഡൊമൈനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ മോട്ടോ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഗാഗ്നെയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ദ ടാക്സോണമി ഓഫ് ലേണിംഗ് ഔട്ട്കംസിൽ നമ്മുടെ ബ്ലൂംസ് പറഞ്ഞ പോലെ തന്നെ കോഗ്നിറ്റീവ് ഡൊമൈനും എഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനും പറഞ്ഞു. കോഗ്നിറ്റീവ് ഡൊമൈനിൽ എടുത്ത് പറയുന്നുണ്ട് ഈ 3 കാര്യങ്ങൾ അല്ലേ. അതായത് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസും ഇൻ്റലക്ച്വൽ സ്കിൽസും വെർബൽ ഇൻഫോർമേഷനും കോഗ്നിറ്റീവ് ഡൊമൈൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ദെൻ എഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ ആസ് യൂഷ്വൽ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്സ് തന്നെയാണ്. സൈക്കോമോട്ടോ ഡൊമൈനിൽ മോട്ടോ സ്കിൽസുമാണ് പറഞ്ഞു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ 2 കമ്പോണൻസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അത് 9
ഇൻസ്ട്രക്ഷണൽ ഈവൻറ്റ്സ് നോക്കാം. ഗാഗ്നെ പ്രപ്പോസ്ഡ് 9 ഇൻസ്ട്രക്ഷണൽ ഈവൻറ്റ്സ് നീഡഡ് ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അപ്പോൾ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 9 ഇൻസ്ട്രക്ഷണൽ ഈവൻറ്റ്സ് പ്രപ്പോസ് ചെയ്യുന്നത്. ഹൗവർ ഹി ഓൾസോ പ്രസൻറ്റഡ് ദ കൺസെപ്റ്റ് ദാറ്റ് ഓൾ 9 മേ നോട്ട് നീഡഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 9 ഈവൻറ്റ്സ് ഇൻസ്ട്രക്ഷണൽ ഈവൻറ്റ്സ് നമ്മുടെ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി 9 പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് എല്ലാം തന്നെ എല്ലാ കൺസെപ്റ്റ് പഠിക്കാനോ അല്ലെങ്കിൽ അതിന് എല്ലാത്തിനും ആവശ്യമില്ല. ഹൗവർ ഹി ഓൾസോ പ്രസൻറ്റഡ് ദ കൺസെപ്റ്റ് ദാറ്റ് ഓൾ 9 മേ നോട്ട് ബി നീഡഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷൻസിലും ഈ പറഞ്ഞ 9 ഇൻസ്ട്രക്ഷൻ ഈവൻറ്റ്സും വേണമെന്നില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫിക് ലേണിംഗ് കാറ്റഗറി ഇൻവോൾവ്. അപ്പോൾ അത് ലേണിംഗ് കാറ്റഗറീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഫസ്റ്റ് കൺസിഡർ ദ 9 സ്റ്റെപ്സ്. അപ്പോൾ ഒരു 9 സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഓർത്താൽ മതി. ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ 9 ഇൻസ്ട്രക്ഷണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഗെയിനിങ് അറ്റൻഷൻ, ഇൻഫോമിംഗ് ദ ലേണർ ഓഫ് ദ ഒബ്ജക്റ്റീവ്, സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് പ്രയർ നോളേജ്, പ്രസൻറ്റിംഗ് ഇൻഫോർമേഷൻ, പ്രൊവൈഡിംഗ് ഗൈഡൻസ്, എലിസിറ്റിംഗ് പെർഫോമൻസ്, പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, അസസിംഗ് പെർഫോമൻസ്, എൻഹാൻസിംഗ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇത്രയാണ് ഈ 9 ഈ 9 ആണ് ഇദ്ദേഹത്തിൻ്റെ 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ 9 ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 9 ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ദ 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രപ്പോസ്ഡ് ബൈ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ഗാഗ്നയുടെ 8 ഹയറാർക്കി ഓഫ് ആ ലേണിംഗ് 8 സാധാരണ നമ്മൾ യൂഷ്വലി നമ്മൾ പഠിക്കാറ്. അപ്പോൾ ഈ 9 ഈവൻറ്റ്സ് നമ്മളിപ്പോൾ ഇടയ്ക്കായിട്ട് KTET ചോദിച്ചു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ HSAയുടെ കാര്യം പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ മെത്തഡോളജി പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളിത് കണക്ട് ചെയ്ത് പഠിച്ച് വെച്ചേക്കാം. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ 9 ഈവൻറ്റ്സ് നോക്കാം. ആദ്യത്തെ ഈവൻറ്റ് എന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് ഗെയിൻ അറ്റൻഷൻ. അപ്പോൾ നമുക്കറിയാം, സ്റ്റാർട്ട് ലെസൺ വിത്ത് ഡ്രാമാറ്റിക് വീഡിയോ ക്ലിപ്പ് റിലേറ്റഡ് ടു യുവർ ടോപ്പിക്, ആസ്ക് എ ക്വസ്റ്റ്യൻ ദാറ്റ് മേക്സ് സ്റ്റുഡൻസ് തിങ്ക്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് അറ്റൻഷൻ, കുട്ടികളുടെ അറ്റൻഷൻ നേടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് ഡ്രാമാറ്റിക് വീഡിയോ ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് അവരത് തിങ്ക് ചെയ്തിട്ട് ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതായിരിക്കും അല്ലേ. സോ കുറച്ചും കൂടി നമ്മൾ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കും. സോ ഗെയിനിങ് അറ്റൻഷൻ ആണ് ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു പേര് പോലെ തന്നെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ടെൽ ദ ലേണേഴ്സ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്. കുട്ടികളോട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് പറയാം. ദാറ്റ് മീൻസ് ടെൽ സ്റ്റുഡൻസ് വാട്ട് വിൽ ദേ ലേൺ. അപ്പോൾ അവരോട് എന്താണ് അവർ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയാം. ഷോ ആൻ എക്സാമ്പിൾ ഓർ ഡെമോൺസ്ട്രേറ്റ് വാട്ട് ദേ വിൽ ഏബിൾ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് ദ ലെസൺ. അപ്പോൾ അവർക്കൊരു എക്സാമ്പിളോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷനോ ചെയ്ത് കൊടുക്കുക. എന്തായിരിക്കണം ആ ഒരു ലെസൻ്റെ എൻഡിൽ അവർക്ക് കിട്ടുന്നത്, അവർക്ക് എന്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് അവർക്ക് നേടേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ദെൻ സ്റ്റിമുലേറ്റ് പ്രയർ നോളജ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യമാണ് പ്രീവിയസ് നോളജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റിമുലേറ്റ് പ്രയർ നോളജ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ആസ്ക് റിക്കോൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് പ്രീവിയസ് ലേണിംഗ്. അപ്പോൾ പ്രീവിയസ് ലേണിംഗ് ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ എന്തെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവർ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുക അല്ലെ, അവിടെ അറിയണം. ഹോൾഡ് എ ബ്രെയിൻ സ്റ്റോം സെഷൻ വിത്ത് സ്റ്റുഡൻസ് ഓൺ വാട്ട് ദേ ഓൾറെഡി നോ അബൌട്ട് ദാറ്റ് ടോപ്പിക്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്രമാത്രം മുമ്പ് അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മനസ്സിലാക്കണം. ദെൻ പ്രസൻറ്റ് ലെസൺ. അതിനുശേഷം എന്ത് ചെയ്യണം, അവർ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലെസൺ പ്രസൻറ്റ് ചെയ്യുക അല്ല, പ്രസൻറ്റ് മെറ്റീരിയൽ നമ്മുടെ മെറ്റീരിയൽ പ്രസൻറ്റ്, ഈവൻ ഇത് ലെക്ചറോ വീഡിയോ എന്തോ ആയിക്കോട്ടെ നമ്മൾ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, പ്രൊവൈഡ് ലേണർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അലോ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് വാട്ട് ഹാസ് ബീൻ ലേൺ വൈൽ ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ഓർ ഓവർസീസ്. അപ്പോൾ ടീച്ചർ നമ്മൾ ആ ഒരു ലെസൺ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. അലോ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് വാട്ട് ഹാസ് ബീൻ ലേൺ. അപ്പോൾ അവർ ലേൺ ചെയ്ത കാര്യം അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കും. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ പറയാം, ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തു കാണിച്ചു കൊടുത്തെങ്കിൽ അവർക്കത് സ്വന്തമായി ചെയ്യാനല്ല, അവരത് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുക. ദെൻ എലിസിറ്റ് പെർഫോമൻസ്. ഗിവ് സ്റ്റുഡൻസ് ടു ഡു ഇൻഡിപെൻഡൻ്റ്ലി ടു സീ ഇഫ് ദേ ഹാവ് ലേൺ വാട്ട് വാസ് തോട്ട്. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഒരു ടാസ്ക് ചെയ്യാൻ, നമ്മൾ പഠിച്ച കാര്യം ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുക. എന്താ പഠിച്ചെന്നുള്ള കാര്യം അവർ ലേൺ ചെയ്യാൻ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെയ്യുന്ന സമയത്ത് വേണം അവർക്കത് മനസ്സിലാകുന്നത്, അവർക്ക് സ്വയം തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ എലിസിറ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്കത് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കുക. ദെൻ പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ലെറ്റ് സ്റ്റുഡൻസ് നോ ഹൗ ദേ ഡിഡ് ഓൺ ദ ടാസ്ക്. അപ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ മീൻസ് അവർ ചെയ്ത ടാസ്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ലെറ്റ് സ്റ്റുഡൻസ് നോ ഹൗ ദേ ഡിഡ് ഓൺ ദ ടാസ്ക്. പ്രൊവൈഡ് സ്പെസിഫിക് ഫീഡ്ബാക്ക്. ഓരോരോ കുട്ടികളും ചെയ്ത് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. ദെൻ അസസ് പെർഫോമൻസ്. അപ്പോൾ എന്ത് ഓൺ ദ ബേസ് ഓഫ് ദെയർ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ടാസ്കിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് പെർഫോമൻസ് ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് ടാസ്ക്. അവർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ ടാസ്കിൻ്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ എൻഹാൻസ് റിട്ടൻഷൻ ആൻഡ്
transfer. Then provide activities and strategies which help the students to apply the skills that they have learned to new situations. അപ്പോൾ അവർ ഈ പഠിച്ച കാര്യങ്ങൾ അവർ വേറൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സന്ദർഭം നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കുക കേട്ടോ. പ്രൊവൈഡ് ആക്ടിവിറ്റീസ് ആൻഡ് സ്ട്രാറ്റജീസ് വിച്ച് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് അപ്ലൈ ദ സ്കിൽസ് ദാറ്റ് ദേ ഹാവ് ലേൺ ടു ന്യൂ സിറ്റുവേഷൻസ്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യാൻ അവർക്കുള്ള അത് ആ ഒരു ലേണിംഗ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊവിഷന് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ 9 ഈവൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗെയിൻ അറ്റൻഷൻ, ടെൽ ദ ലേണേഴ്സ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്, സ്റ്റിമുലേറ്റ് പ്രയർ നോളജ്, പ്രസൻറ്റ് ദ ലെസന്, പ്രൊവൈഡ് ലേണർ ഗൈഡൻസ്, ദെൻ എലിസിറ്റ് പെർഫോമൻസ്, പ്രൊവൈഡ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, അവരെ പെർഫോമൻസ് അസസ് ചെയ്യുക, എൻഹാൻസ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് 9 ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തിയറിറ്റിക്കൽ ബേസിക്കലി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫുൾ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് കേട്ടോ നമ്മുടെ ഗാഗ്നയുടെ തിയറിയിൽ വരുന്ന 3 കമ്പോണൻസ് ആണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. അതായത് 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ദെൻ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ 8 എണ്ണം കേട്ടോ, 8 ലേണിംഗ്സ് ആണ്. ദെൻ ഈ ടാക്സോണമിയിൽ വരുന്ന ഈ കാര്യങ്ങളും. അപ്പോൾ കൊഗ്നിറ്റീവ് സ്ട്രാറ്റജീസും ആറ്റിറ്റ്യൂഡും മോട്ടോർ സ്കിൽസ്, ഇൻ്റലക്ച്വൽ സ്കിൽസ്, വെർബൽ ഇൻഫർമേഷൻ ഇത്രയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഇത്രയും ടോപ്പിക്കുകളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ വരുന്നത് എന്താണ് നമുക്കറിയാം. ഇംപ്ലിക്കേഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ല, ഇംപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻസ് അതും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ഗാഗ്നയുടെ തിയറി ഓഫ് ലേണിംഗ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രീ റിക്യൂസൈറ്റ് ബിഹേവിയർ. അതായത് നമ്മുടെ പ്രീ റിക്യൂസൈറ്റ്സ് പ്രീവിയസ് നോളേജ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഓർത്താലും മതി കേട്ടോ. അപ്പോൾ ഗാഗ്നെ അഡ്വക്കേറ്റഡ് ദാറ്റ് പ്രോസസ് ഓഫ് ലേണിംഗ് മൂവ്സ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. നമുക്കറിയാം ഗാഗ്നയുടെ ലേണിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം. ദ ലേണർ ഹാസ് ടു ഡെവലപ്പ് പ്രീ റിക്യൂസൈറ്റ് ക്യാപ്പബിലിറ്റീസ് ബിഫോർ ഷീ അക്യൂസ് ന്യൂ ടേം ബിഹേവിയർ. ദസ് ദ യൂസ് ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് ആൻഡ് ടാസ്ക് അനാലിസിസ് ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷണൽ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ട്രാൻസാക്ഷൻസിൽ നമ്മൾ എന്തെങ്കിലും ടാസ്ക് അനാലിസിസ് ചെയ്ത് നമ്മൾ പഠിച്ചു. നമ്മൾ മുമ്പ് ക്ലാസ്സിലൊക്കെ പെഡഗോഗിക് അനാലിസിസ് എല്ലാം പറഞ്ഞു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ ആ മുൻപുള്ള അവരെ നോളജ്, അവർ പ്രീവിയസ് നോളജ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കും എന്നുള്ള കാര്യമാണ്. ദെൻ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേണേഴ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസും ദെൻ റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ ടു ലേൺ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ടു ബി കൺസിഡർ ബിഫോർ ഡിസൈനിങ് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റി ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കണം. കുട്ടിയുടെ റെഡിനെസ് ടു ലേൺ ചെയ്യാൻ റെഡിനെസ്സിൻ്റെ എത്രമാത്രം റെഡിനെസ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം, കുട്ടികളുടെ മോട്ടിവേഷൻ എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ മീൻസ് കൊഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ദ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഓഫ് ദ ലേണർ, ദ ടീച്ചിങ് ലേണേഴ്സ് the skills of problem solving are the integral part of internal conditions of learning applicable to instruction. The skill of learning, how to learn, should be developed in the learner and the emphasis should be on the learner's individuality. അപ്പോൾ നമുക്കറിയാം ഈ കൊഗ്നിറ്റീവ് പ്രോസസ്സ് ഒരു കുട്ടി ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ആണ്. നമുക്കറിയാം ഓരോരോ കുട്ടിയും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ കുട്ടികളുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. അത് നമുക്കറിയാം, നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികളുടെ ആ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ എന്താണ് മൈൻഡിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ കുട്ടികൾക്ക് ദ സ്കിൽ ഓഫ് ഹൗ ടു ലേൺ, എങ്ങനെ ലേൺ ചെയ്യണം എന്നുള്ള കാര്യം അത് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ലേണേഴ്സ് ഇൻഡിവിജ്വാലിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസും സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസും എല്ലാം നമ്മൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എല്ലാം തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാവണം. അതുപോലെ തന്നെ അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ആ ലേണിംഗ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ സാധിക്കണം എന്നാണ് പറയുന്നത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു വരുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ് പറഞ്ഞത് നമുക്ക് ഈ മുമ്പ് നമ്മുടെ ഒരു 8 ലേണിങ്സ് മാത്രമല്ല ഈ പറഞ്ഞ ഈ ഒരു സംഭവം എല്ലാം ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഗാഗ്നെ തിയറി ഓഫ് ലേണിംഗ് പഠിക്കുന്ന സമയത്ത് കണ്ടീഷൻസ് ഓഫ് 8 കണ്ടീഷൻസ് ഓഫ് ലേണിങ്ങും ഈ 9 ഈവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ജനറൽ പാർട്ടുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ഫാക്ട്സും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് വേണ്ടവർ നിങ്ങൾ എന്തായാലും പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം തന്നെ സിസ്റ്റമാറ്റിക്കായി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുന്നത് മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.